കൊല ചെയ്തവർ ജയിച്ചതിന് ശേഷം വന്നിട്ട് തോറ്റുപോയിരിക്കുക. പക്ഷെ പരാജയപ്പെട്ടവന് മരിച്ചതിന് ശേഷം വന്നിട്ട് വിജയിച്ചിരിക്കുവാണ്. ഇന്ന് ഞങ്ങളുടെ പ്രേമം വിജയിച്ചിരിക്കുവാണ്. ഈ വരികൾ വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞതല്ല. ഇത് വന്നിട്ട് മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി പറഞ്ഞതാണ്. मारने वाले जीत कर भी हार गए और हारने वाला मर कर भी जीत गया है। आज हमारे प्यार की जीत हुई है। ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് ഞാൻ അവളുടെ സ്റ്റോറിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യയിൽ വന്നിട്ട് ആ പെൺകുട്ടി 3 വർഷമായി സ്നേഹിച്ച ചെക്കൻ്റെ മൃതദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് കരയുവാണ്. ആ ചെക്കനെ വന്നിട്ട് കൊന്നിരിക്കുവാണ്. ഇതിൻ്റെ പുറകിലുള്ള കാരണം വന്നിട്ട് ആ പെൺകുട്ടിയുടെ ഫാമിലിയാണ്. അച്ഛനും സഹോദരനും കൂടിയാണ് അവനെ കൊന്നിരിക്കുന്നത്. ആ പെൺകുട്ടി അവിടെ ഉണ്ടായ മഞ്ഞളെടുത്തിട്ട് താനും ഇടും. അതുപോലെ തന്നെ മുന്നിൽ മരിച്ച് കിടന്നിരുന്ന ചെക്കൻ്റെ മുകളിലും അവളിടും. എന്നിട്ട് അവൻ്റെ പേരിൽ വന്നിട്ട് സിന്ദൂരം തൊടും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിരിക്കുവാണ്. ഇനി മുതൽ ഞാൻ വന്നിട്ട് ഇവരുടെ വീട്ടിലായിരിക്കും, ഇവളുടെ മകളായി ആയിരിക്കും ഞാൻ ഇവിടെ താമസിക്കുന്നതെന്ന് ആ പെൺകുട്ടി പറയും. वो नहीं है तो क्या हुआ? उसके साथ, उसकी डेड बॉडी के साथ मैंने शादी किया ना, मतलब हमारा शादी हो गया। अब मैं यही उसके माँ बाप के साथ रहूंगी हमेशा, उनका बेटा बनकर उनको संभालूंगी, मतलब सब कुछ करूंगी. അവിടെ ഉണ്ടായ ആളുകളും പോലീസും ഈ ദൃശ്യം കണ്ടതിന് ശേഷം അവരുടെ കണ്ണിൽ വെള്ളം വരും. അപ്പോൾ ആ ചെക്കൻ മരിക്കാൻ ശരിക്കുള്ള കാരണം എന്താണ്? സഹോദരനും അച്ഛനും സ്വന്തം മകളുടെ സന്തോഷത്തിൻ്റെ ശത്രുക്കളായത് എന്തുകൊണ്ടാണ്? വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഈ കുറ്റകൃത്യത്തിൻ്റെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രകാശ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വന്നിട്ട് സാക്ഷം താട്ടെ മർഡർ കേസ്. ഞാൻ ആൾറെഡി പറഞ്ഞതുപോലെ ഈ കേസ് വന്നിട്ട് മഹാരാഷ്ട്രയിലാണ് നടന്നിരിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിലും പിന്നെ മഹാരാഷ്ട്രയിലെ ഒരുപാട് ജനങ്ങളെ സംസാരിക്കപ്പെട്ട ഒരു വാർത്തയാണ്. ഈ സ്റ്റോറി വന്നിട്ട് സാക്ഷം താട്ടെ പിന്നെ ഏഞ്ചൽ മമിദ്വാർ എന്ന് പറയുന്നവരുടെ അഗാധമായ പ്രേമകഥയാണ്. പക്ഷേ ഏഞ്ചലിൻ്റെ കുടുംബത്തിൻ്റെ മുന്നിൽ വന്നിട്ട് അവരുടെ പ്രേമം വന്നിട്ട് ഒരു കുറ്റകൃത്യമായി മാറിയിരിക്കുവാണ്. 20 വയസ്സ് പ്രായമുള്ള സാക്ഷം താട്ടെ വന്നിട്ട് അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം താമസിച്ചുണ്ടാവും. ഇവരുടേത് വന്നിട്ട് ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു. അതേ ഗ്രാമത്തിൽ താമസിച്ചുണ്ടായ ഏകദേശം 23-24 വയസ്സ് പ്രായമുള്ള ഹിമേഷ് മമിദ്വാർ, ഇവർ രണ്ടുപേരും വന്നിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവർ രണ്ടുപേരും വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായത്തിനായി മാറി നിൽക്കുന്നുണ്ടായി. ഇവർ രണ്ടുപേരും വന്നിട്ട് ഒരുപാട് അടിയുണ്ടാക്കുന്നുണ്ട്. ഇവരുടെ മുകളിൽ വന്നിട്ട് പോലീസ് കേസ് ഉണ്ടായി. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കൂടുന്തോറും സാക്ഷം താട്ടെ ഹിമേഷിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ടായി. ആ സമയത്തിലായിരുന്നു ഹിമേഷിൻ്റെ അനിയത്തിയായ 21 വയസ്സ് പ്രായമുള്ള ഏഞ്ചലിനെ കാണുന്നത്. ആദ്യം സംസാരത്തിൽ തുടങ്ങി ഇത് വന്നിട്ട് പിരിയാൻ പറ്റാത്ത പ്രേമ വരെ എത്തും. 3 साल से हमारा प्रेम संबंध था। मेरे घर वालों को ये सब मंजूर नहीं था क्योंकि वो एक जय भीम वाला है. ഇവർ രണ്ടുപേരും വന്നിട്ട് 3 വർഷമായി പ്രേമിച്ചുണ്ടായി. ഒരു ദിവസം വന്നിട്ട് ഏഞ്ചലിൻ്റെ വീട്ടിൽ ഈ കാര്യം അറിയും. വീട്ടിലുണ്ടായ സഹോദരന്മാരായ ഹിമേഷ്, സാഹിൽ പിന്നെ അച്ഛനായ ഗജാനൻ വന്നിട്ട് ഇതിനെ സമ്മതിക്കത്തില്ല. അവർ പറയും സാക്ഷം താട്ടെ വന്നിട്ട് ഞങ്ങളുടെ ജാതിയല്ല, അവൻ വേറെ ജാതിയാണ്. അവരുടെ ജാതി വന്നിട്ട് ഏറ്റവും താഴെ ഇരിക്കുന്ന ജാതിയാണ്. എന്തൊക്കെ ആയാലും ശരി, ഞങ്ങൾ വന്നിട്ട് ഇതിനെ സമ്മതിക്കത്തില്ല എന്ന് വെച്ചിട്ട് ഏഞ്ചലിനെ അവർ വാർൺ ചെയ്യും. ഫ്രണ്ട്ഷിപ്പ് ഓക്കെയാണ്, നീ അവനോട് സംസാരിക്കുന്നത് ഓക്കെയാണ് എന്ന് വെച്ചിട്ട് നിന്നെ അവരുടെ വീട്ടിലോട്ട് കല്യാണം കഴിച്ച് കൊടുക്കുന്നതിന് ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറയും. അതിനുശേഷം വന്നിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഇഷ്ടപ്പെടാത്ത വീട്ടുകാർ സാക്ഷം താട്ടെനെ ഇവരുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ട് ഏഞ്ചലിനെ ഫോഴ്സ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവൻ്റെ മുകളിൽ ഫേക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ ഇവർ നോക്കും. പക്ഷെ അവൾ വന്നിട്ട് ഇതിനെ സമ്മതിക്കത്തില്ല. ആ സമയത്ത് എന്തിനാ ഫേക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റേർഡ് ചെയ്യുന്നത്? നീ അവനെ കൊന്നിട്ട് ഇങ്ങോട്ട് വാ, ഞങ്ങൾക്ക് കേസ് രജിസ്റ്റേർഡ് ചെയ്യാമെന്ന് പോലീസ് പറയും. നവംബർ 27, 2025 ഏകദേശം വൈകുന്നേര സമയത്തിൽ വന്നിട്ട് സാക്ഷമിനെ മനഃപൂർവ്വമായി തടഞ്ഞ് അവൻക്ക് വാർൺ ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിക്കും. എന്ന സാക്ഷം വന്നിട്ട് അവൻ്റെ സ്നേഹത്തിന് വിട്ടുകൊടുക്കാത്തപ്പോൾ ഇവരുടെ ഇടയിൽ വഴക്കുണ്ടാവും. അവിടെ ഉണ്ടായ ഏഞ്ചലിൻ്റെ സഹോദരന്മാരായ ഹിമേഷ്, സാഹിൽ പിന്നെ അച്ഛനായ ഗജാനൻ വന്നിട്ട് സാക്ഷമിൻ്റെ മുകളിൽ മർദ്ദിക്കാൻ ശ്രമിക്കും. എന്നിട്ട് കയ്യിലുണ്ടായ തോക്കെടുത്തിട്ട് അവൻ്റെ നേരെ വെടിവെക്കും. അതിൻ്റെ ശേഷം വന്നിട്ട് അവൻ ഒരിക്കലും ജീവനോടെ തിരിച്ചു വരാൻ പാടില്ല എന്ന് വെച്ച് അടുത്തുണ്ടായ കനത്ത കല്ലെടുത്തിട്ട് അവൻ്റെ തലയിലിടും.
സാക്ഷ്യം വന്നിട്ട് സംഭവ സ്ഥലത്തിൽ തന്നെ മരിച്ചു പോവും. എല്ലാ രീതിയിലിരിക്കുന്ന മെഡിക്കൽ എക്സാമിനേഷനും പിന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നവംബർ 28 വൈകുന്നേര സമയത്തിൽ സാക്സന്റെ ബോഡി വന്നിട്ട് അവൻ്റെ വീട്ടിലോട്ട് വരും. സ്നേഹിച്ച ചക്കനെ വന്നിട്ട് എൻ്റെ കുടുംബം കൊന്നിരിക്കുക എന്ന് അറിഞ്ഞ ഏഞ്ചൽ വന്നിട്ട് അവനെ കാണാൻ ഓടിപ്പോവും. അവിടെ വന്ന ശേഷം അവൾ ചെയ്ത ഒരു കാര്യം വന്നിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞെട്ടിപ്പിച്ചിരിക്കുവാണ്. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ജനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുവാണ്. ഏഞ്ചൽ വന്നിട്ട് സാക്സന്റെ ബോഡിയുടെ മുന്നിലിരുന്നിട്ട് അവിടെ ഉണ്ടായ മഞ്ഞൾ എടുത്തിട്ട് താനും ഇടും, അതുപോലെ തന്നെ മൃതദേഹത്തിൻ്റെ മുകളിലും ഇടും. എന്നിട്ട് സിന്ദൂരം എടുത്തിട്ട് അവൾ സാക്സന്റെ പേരിൽ വന്നിട്ട് തൊടും. എന്നിട്ട് അവൾ അവിടെ പറയും, സാക്സം വന്നിട്ട് ഇന്ന് ജയിച്ചിരിക്കുവാണ്, അവൻ ജീവനോട് ഇല്ലെങ്കിലും അവൻ ജയിച്ചിരിക്കുവാണ്, എൻ്റെ അച്ഛനും സഹോദരന്മാർ തോറ്റുപോയിരിക്കുവാണ്. ഇനി ഞാൻ സാക്സന്റെ ഭാര്യയായും സാക്സന്റെ അമ്മയുടെ മകളായും ഇവരുടെ വീട്ടിലായിരിക്കും താമസിക്കുന്നത് എന്ന് അവൾ പറയും. അതിന് ശേഷം വന്നിട്ട് ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന അവളുടെ സഹോദരനും അച്ഛനെയും കഠിനമായ ശിക്ഷ നൽകണം എന്ന് അവൾ ആവശ്യപ്പെടും. പോലീസ് വന്നിട്ട് ഏഞ്ചലിൻ്റെ സഹോദരനെയും പിന്നെ അച്ഛനെയും അറസ്റ്റ് ചെയ്തിരിക്കുവാണ്. അതിൻ്റെ കൂടെ ഇവർക്ക് സഹായം നൽകിയ ഇനിയും 4 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുവാണ്. അതിൻ്റെ ശേഷം വന്നിട്ട് ഇവർക്ക് കഠിനമായ ശിക്ഷ നൽകും എന്ന് ഉറപ്പ് കൊടുത്തിരിക്കുവാണ്. ഈ കേസിനെ കുറിച്ച് നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ജാതിയുടെ പേരിൽ വന്നിട്ട് സ്വന്തം മകളുടെ സന്തോഷത്തിനെ നശിപ്പിച്ചിരിക്കുക, ഇത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം വന്നിട്ട് കമൻറ്റ് ചെയ്യുക.